നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരസഭയിലെ BJP കൗൺസിലർ സുഗതന്റെ നാടകീയമായ അറസ്റ്റിൽ പോലീസിനും നിലവിലെ UDF സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളുമായി മുൻ DGP R ശ്രീലേഖ IPS രംഗത്തു വരികയാണ്. സമൂഹത്തിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരിച്ചതിന്റെ പേരിലാണ് സുഗതനെ ഇപ്പോൾ ഗുണ്ടയെ പോലെ ചിത്രീകരിച്ച് പോലീസ് ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നാണ് ശ്രീലേഖയുടെ വാദം. സുഗതൻ ഒരു ഗുണ്ടയല്ല, മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരും അവർക്കൊപ്പം എപ്പോഴും നിലനിൽക്കുന്ന പൊതുപ്രവർത്തകനുമാണ് ഇദ്ദേഹം. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കും പുഴുക്കുത്തുകൾക്കുമെതിരെ മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതെന്ന് ശ്രീലേഖ വ്യക്തമാക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി പോലീസ് എനിക്കെതിരെയും എടുത്തല്ലോ 2 കള്ളക്കേസുകൾ. കേരളത്തിൽ ഭരണം മാറി, പക്ഷേ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ CPM പറയുന്നതൊക്കെ വാലാട്ടി അനുസരിക്കുന്ന അടിമകളും വിധേയരുമാണ് എന്ന് ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. ജൂൺ 9 രാത്രി 9 മണിക്ക് CPM നേതാക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമാണ് സുഗതന്റെ വീടിന് മുൻപിൽ അരങ്ങേറിയത്. കാപ്പ പ്രതിയെ ഒരു ലോക മാഫിയ തലവനെയോ തീവ്രവാദിയെയോ പിടിക്കുന്നത് പോലെ ആണെന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ലെന്നും ശ്രീലേഖ കുറ്റപ്പെടുത്തി. അതേസമയം തന്റെ ഔദ്യോഗിക കരിയറിൽ നിരവധി വലിയ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള R ശ്രീലേഖയുടെ ഈ പുതിയ പ്രതികരണം രാഷ്ട്രീയ പോലീസ് വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ശ്രീലേഖയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നോക്കാം. വാഴോട്ടുകോണം കൗൺസിലർ R സുഗതൻ എങ്ങനെ ഗുണ്ടയായി? കഴിഞ്ഞ 10 വർഷത്തെ CPM ദുർഭരണത്തിൽ കേരളത്തിൽ ആകെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഗുണ്ട വിളയാട്ടമായിരുന്നല്ലോ. അതിനെതിരെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന ഒരു യുവാവാണ് സുഗതൻ. വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്ന സകലമാന അനധികൃത പ്രവർത്തികളെയും ചോദ്യം ചെയ്യുകയും നാട്ടുകാർക്ക് വേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് സുഗതനെ ഇത്രയും അധികം കേസുകൾ പോലീസ് എടുത്തത്. എല്ലാം CPM നേതാക്കളുടെ ആജ്ഞപ്രകാരം. ഇതെല്ലാം അറിയാവുന്ന ജനമാണ് സുഗതനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. അത് CPM-കാർക്ക് വലിയ തിരിച്ചടിയായി. 25 വാർഡുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 11 BJPയും 9 കോൺഗ്രസും കൊണ്ടുപോയത് അവിടെയുള്ള CPM ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കാരണമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി പോലീസ് എനിക്കെതിരെയും എടുത്തല്ലോ 2 കള്ളക്കേസുകൾ. കേരളത്തിൽ ഭരണം മാറി, പക്ഷെ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ CPM പറയുന്നതൊക്കെ അനുസരിക്കുന്ന അടിമകളും വിധേയരുമാണ്. ജൂൺ 9 രാത്രി 9 മണിക്ക് CPM നേതാക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമാണ് സുഗതന്റെ വീടിന് മുൻപിൽ അരങ്ങേറിയത്. കാപ്പ പ്രതിയെ ഒരു ലോക മാഫിയ തലവനെ പോലെ തീവ്രവാദിയെയോ ഒക്കെ പിടിക്കുന്നത് പോലെയാണ് പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ചെയ്തത്. വെറും 4 പേർ മാത്രമുള്ള വീട്ടിൽ ഒരു പ്ലാറ്റൂൺ സായുധ പോലീസുമായി 2 വാഹനത്തിന്റെ അകമ്പടിയോടെ ചെന്ന് വീട്ടുകാരെ, പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ തോക്കു ചൂണ്ടി ഭയപ്പെടുത്തി അവിടെയുള്ള സ്ത്രീയുടെ മീതെ ശാരീരിക ആക്രമണം നടത്തി. അതൊന്നും പോരാതെ അക്രമാസക്തമായ വലിയ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനെന്ന പോലെ ആകാശത്തേക്ക് വെടിയുതിർത്ത് മഫ്തി വേഷത്തിൽ ചീപ്പ് ഹീറോയിസം കാണിച്ച SHO വിപിൻ ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസ് ആണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അയാളെ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM സർക്കാർ പ്രത്യേകമായി ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചത് അവിടെ 3ാം വട്ടവും അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ജയിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശമാണ്. അത് ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, പക്ഷെ ആരോഗ്യമന്ത്രിക്ക് അറിയാം. സുഗതൻ ഗുണ്ടയല്ല, ഒരു ജനപ്രതിനിധിയാണ്. നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ അല്ലാതെ ഒരാൾക്കെതിരെയും സുഗതൻ പ്രതികരിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോഴും CPM വിധേയത്വം വിട്ട് മാറാത്ത ഒരു പോലീസുകാരും സർക്കാരിനെ അറിയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇത്തരം പട്ടിഷോ നടത്തി ജനസേവകരെ പീഡിപ്പിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കുന്ന ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗം മാത്രമാണ് ജനം ധരിച്ചാൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രീലേഖ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിന് താഴെ ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകളാണ് മുന്നോട്ട് വരുന്നത്. ഒരു സ്ഥലത്തെ ഭൂരിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗുണ്ടയെയാണോ? ഒരു ക്രിമിനലിനെ ജയിപ്പിക്കുക വിശ്വസിക്കാൻ ലേശം പ്രയാസമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ജനങ്ങളെല്ലാം ക്രിമിനൽ ആണ് എന്ന് പറയേണ്ടി വരില്ലേ? ക്രിമിനൽസ് ആയ ജനങ്ങൾ അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കണോ? ഇതെല്ലാം രാഷ്ട്രീയ കളികളാണെന്നും അതിന് കൂട്ടുനിൽക്കുന്ന കുറെ ക്രമസമാധാന പാലകർ എന്ന വിളിപ്പേരിൽ വിളിക്കുന്ന പോലീസുകാർ ഉണ്ടെന്നതും നഗ്നമായ സത്യം തന്നെയാണ്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. CPM-ന് വേണ്ടി വാലാട്ടി നടക്കുന്ന സതീശനും രമേശനും അറിയാൻ അധികം സമയം വേണ്ടി വരില്ല. ഇതിൽ മന്ത്രി മുരളീധരൻ പറഞ്ഞതിനോട് യോജിക്കുന്നു.
ED ആക്രമിച്ചവർക്ക് കാപ്പയുമില്ല, ഉണ്ടയുമില്ല, തോക്കുമില്ല. ഭാര്യയും കുഞ്ഞിന്റെയും മുന്നിൽ വെടിപൊട്ടിക്കുകയും തോക്ക് ചൂണ്ടുകയും SHO എന്ന ഗുണ്ട അയാളെയാണ് കാപ്പയിൽ പിടിച്ചകത്തിടേണ്ടത്. സസ്പെൻഷനുള്ള ഒരു ഗുണ്ടയെ തിരിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് ചെയ്ത ഗുണ്ടാ വിളയാട്ടം അതാണ്. അവിടെ നടന്നതിനെ ആഭ്യന്തരമന്ത്രി പുകഴ്ത്തുകയും ചെയ്തു. ആർക്കു വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നാണ് പറയുന്നത്. എന്തായാലും മുരളീധരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ആകാശത്ത് വെടിവെച്ചൊക്കെ തന്നെ ഒരാളെ പിടിക്കേണ്ട ആവശ്യം നിലവിലേതായാലും ഇല്ല എന്നായിരുന്നു മുരളീധരൻ വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ ശ്രീലേഖയുടെ ഒപ്പീനിയൻ, ശ്രീലേഖയ്ക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ്.